സിൽക്കി കോട്ട ഫാബ്രിക്കിലുള്ള സാരീസിന്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. നല്ല ഡിഫറെന്റ് പാറ്റേണിലുള്ള എംബ്രോയിഡറി വർക്ക് ആട്ടോ സാരി വരുന്നത്. നമുക്ക് എലഗന്റ് ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന വർക്ക് വെയർ കളക്ഷൻസ് ആണ്. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. വീഡിയോ കണ്ടു നോക്കിയാലോ. നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഡിഫറെന്റ് പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. നമുക്കൊരു എലഗന്റ് ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന, ഡോക്ടേഴ്സിനെല്ലാം നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും എല്ലാം ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ് വരുന്നത്. സിൽക്കി കോട്ടയാണ് വളരെ കംഫർട്ടബിൾ വൈസും വളരെ ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരീസ് ആണ്. ബോർഡറുള്ള സ്റ്റൈലിൽ ബോഡി കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്കിലാണ് സാരി വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പിസ്ത ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്ന. പിസ്ത ഗ്രീൻ ആണ്, അതിലൊരു ചിക്കു ബ്ലെൻഡഡ് ബേജ് ആ ഒരു ടോണിലുള്ള എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ഫുൾ സാരിയിലും വരുന്നത്. പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ആസ് യൂഷ്വൽ എല്ലാ സാരീസിനും വരുന്ന പോലെ തന്നെ ആ ഒരു ലോവർ ഏരിയയിലായിരിക്കും ഫുൾ വർക്ക് വരുന്നത്. എൻ്റയർ ബോഡി ചെസ്റ്റ് പോർഷനും പല്ലും എല്ലാം കംപ്ലീറ്റ് നല്ല പാറ്റേണിൽ ഫ്ലോറൽ ജാൽ ഡിസൈനിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. ഇതായിരിക്കും ആ ഒരു വർക്കിന്റെ ക്ലോസർ ഷോട്ട് ഇങ്ങനെ വരിക. ഞാൻ ആ വർക്കിന്റെ ഡീറ്റെയിലിങ്ങിനാട്ടോ ക്ലോസർ വരുന്നത്. ക്ലോസർ വരുമ്പോൾ സാരിയുടെ കളർ മാറും, പക്ഷെ നല്ലൊരു പിസ്ത ഗ്രീൻ ആണ്, പേസ്റ്റൽ പിസ്ത ഗ്രീൻ ആണ്. ലോങ് ഷോട്ടിലുള്ള കളർ ആയിരിക്കും എക്സാക്ട് കളർ കേട്ടോ. ഇതായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. നല്ല പാറ്റേണിലുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് സാരിയിൽ വരുന്നത്. പല്ലു വരുമ്പം ആ ഒരു വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഈ ഒരു പാറ്റേണിലായിരിക്കും കേട്ടോ. ഒരു ജോമെട്രിക്കൽ പാറ്റേണിലാണ് മുന്താണിയിൽ ആ ഒരു വർക്ക് വരുന്നത്. ബോഡിയിൽ വരുമ്പോൾ നല്ലൊരു ജാൽ ഡിസൈനിലാണ് വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും സാരി വരുന്നത്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ് സാരിക്ക്. സെയിം ടോണിൽ തന്നെ പിസ്ത ഗ്രീനിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ് ആണ് സാരിക്ക് വരുന്നത്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ ചിക്കു ആണ് സാരിയുടെ ഷെയ്ഡ് കേട്ടോ. ചിക്കുവിൽ ഒരു ലൈറ്റ് ബ്രൗണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ സെയിം തന്നെ വരുന്നത് കേട്ടോ. അതേ ഫ്ലോറൽ ജാൽ ഡിസൈനിൽ തന്നെ ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരുന്നത്. ഈ ഒരു പാറ്റേൺ ആണ് ബോഡിയിൽ ആ ഒരു വർക്ക് വരുന്നത്. ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡർ വന്നിട്ട് നല്ലൊരു സ്റ്റൈലാണ് വരുന്നത് വർക്ക്. പല്ലു കംപ്ലീറ്റ് സെയിം, ബോഡി കംപ്ലീറ്റ് സെയിം പാറ്റേൺ വന്നിട്ട് പല്ലു ഈ ഒരു പാറ്റേണിലാണ് മുന്താണി വരുന്നത്. പ്ലെയിൻ ബ്ലൗസ്. അടുത്ത കളർ പൗഡർ ബ്ലൂ ആണ് സാരിയുടെ ടോൺ വരുന്നത് കേട്ടോ. വർക്ക് എല്ലാം സെയിം പാറ്റേൺ തന്നെ ഈ ഒരു സ്റ്റൈലായിരിക്കും. ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഇതായിരിക്കും വരിക പാറ്റേൺ. സിമ്പിൾ ബോർഡർ വരുന്നുണ്ട്. ഒരു എംബ്രാൾഡ് ഗ്രീനിലുള്ള സിമ്പിൾ ബോർഡർ ആയിരിക്കും സാരിക്ക് വന്നിട്ട്. ട്രിപ്പിൾ കളറിലാണ് സാരിയുടെ പല്ലു വരുന്നത്. ഈ ഒരു സ്റ്റൈലാണ് മുന്താണി, ബ്ലൗസ്. നെക്സ്റ്റ് കളർ ഒരു പേസ്റ്റൽ ഒലിവ് ഗ്രീൻ ആട്ടോ. ലൈറ്റർ ഒലിവ് ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. എംബ്രോയിഡറി വർക്ക് എല്ലാം സെയിം പാറ്റേൺ തന്നെ, അതേ സ്റ്റൈലിൽ തന്നെ ഡാർക്കർ ഒലിവ് ഗ്രീനിലാണ് ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു വർക്ക് വരുന്നത്. വിത്തൗട്ട് ബോർഡർ ജോമെട്രിക്കൽ പാറ്റേണിലായിരിക്കും മുന്താണിയിൽ വരുമ്പോൾ ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും. പ്ലെയിൻ ബ്ലൗസ്. കളർ പാലറ്റ് സെയിം തന്നെയാണ് വരുന്നത്. പേസ്റ്റൽ ലൈറ്റ് ഒലിവ് ഗ്രീൻ ആണ് സാരിയുടെ ബോഡി. അതിൽ ഡാർക്കർ ഒലിവ് ഗ്രീനിലായിരിക്കും ഫുൾ ആ ഒരു ത്രെഡ് എംബ്രോയിഡറിയാണ് വരുന്നത്. ആ ഒരു പാറ്റേൺ വന്നിട്ട് ഇതിന്റെ ബോർഡർ വരുമ്പം ഒരു പിങ്കിലുള്ള റിബൺ ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. അതുകൊണ്ട് തന്നെ ട്രിപ്പിൾ കളർ പാലറ്റിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ആ ഒരു ഡാർക്കർ ഒലിവ് ഗ്രീൻ, ബേജ് ആൻഡ് പിങ്ക് 3 കളർ ടോണിലാണ് സാരിയുടെ പല്ലു വരുന്നത്. ഇതായിരിക്കും കേട്ടോ. പിങ്കിലാണ് വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ ടർക്കോയിസ് ബ്ലൂ ആണ് സാരിയുടെ ടോൺ വരുന്നത് കേട്ടോ. സെയിം സ്റ്റൈൽ അതേ പാറ്റേണിൽ തന്നെയാണ് ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു ലൈറ്റ് ചിക്കു ടോണിലാണ് ഫുൾ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ആ ഒരു എമറാൾഡ് ഗ്രീനിലുള്ള റിബൺ ബോർഡർ വരുന്നുണ്ട്. ഇതിന്റെ പല്ലു വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ട്രിപ്പിൾ കളർ തന്നെയാണ്. മിഡിൽ പോർഷൻ വരുമ്പോൾ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ബ്ലൗസ്. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു ഗ്രേ ആട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ആ ഒരു വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ നല്ലൊരു മൾട്ടി കളറിൽ ഒരു മാംഗോ മോട്ടീവ്സിലാണ് ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഞാൻ ക്ലോസറിൽ കാണിക്കാം കേട്ടോ. അതിന്റെ തന്നെ ബുട്ടി വർക്ക് ബോഡിയിൽ വരുന്നുണ്ട്. ഒരു ലൈറ്റ് ചിക്കു ടോണിലുള്ള ബുട്ടി വർക്ക് ആയിരിക്കും ബോഡിയിൽ വരുന്നത്. ഈ ഒരു പാറ്റേണിലുള്ള ബുട്ടി വർക്ക് വന്നിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നത് ഈ ഒരു ഡിസൈനാണ്. ഒരു ഗോബി ഡിസൈൻ ആട്ടോ അതിൽ വരുന്നത്. നല്ലൊരു ഡാർക്ക് പിങ്ക് ആൻഡ് ബേജ് ആ ഒരു ടോണിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. സ്മോൾ ബുട്ടി വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഫുൾ സാരി സെയിം പാറ്റേൺ തന്നെ കേട്ടോ. സ്മോൾ ബുട്ടി വർക്കും അതിൽ ആ ഒരു ഗോബി ഡിസൈനിലും ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരുന്നത്. മുന്താണിയിൽ വരുമ്പോൾ വർക്ക് മാറുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ പല്ലുവിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും മുന്താണി വരുന്നത്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ തന്നെ. ഇതിന് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു പിങ്ക് ടോണിലെ ബ്ലൗസ് എല്ലാം ഡ്രേപ്പ് ചെയ്യാം കേട്ടോ. ചിക്കു ആണ് കേട്ടോ നെക്സ്റ്റ് സാരിയുടെ കളർ വരുന്ന. ചിക്കു ആണ് സിൽക്കി കോട്ട തന്നെ ഫാബ്രിക് വരുന്നത്. ഇതിന്റെയും ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ എല്ലാം സെയിം തന്നെ വരുന്നത്. അതേ ഗോബി ഡിസൈനിൽ ചിക്കു ടോൺ ആൻഡ് പിങ്ക്, ഡാർക്ക് പിങ്ക്, ഒരു ലോട്ടസ് പിങ്കും ചിക്കുവും കൂടിയുള്ള കോമ്പിനേഷനിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. അതും അതേ ഗോബി ഡിസൈനിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. ബോഡിയിൽ ഫുൾ ആ ചിക്കു ടോണിലുള്ള സ്മോൾ മോട്ടീവ്സും വരുന്നുണ്ട്. ബിഗർ മോട്ടീവ്സ് വരുന്നത് ഈ ഒരു ഡ്യുവൽ ടോണിലായിരിക്കും. പിങ്ക് ആൻഡ് ചിക്കു. മുന്താണി പല്ലുവിനെ ഒഴിയാൻ ഡീറ്റെയിൽ കാണിക്കും. ഈ ഒരു സ്റ്റൈലായിരിക്കും മുന്താണിയിൽ ആ ഒരു വർക്ക് വരും.
ചിക്കും പിങ്കും കൂടിയുള്ള കോമ്പിനേഷനിൽ ഒരു ജോമെട്രിക്കൽ പാറ്റേണിലാണ് പല്ലു വരുന്നത്. ബോഡി കംപ്ലീറ്റ് ആ ഒരു ഗോബി ഡിസൈനിലുള്ള പാറ്റേണിലായിരിക്കും വരിക വിത്ത് പ്ലെയിൻ ബ്ലൗസ്. കളർ പാലറ്റ് സെയിം തന്നെയാണ് വരുന്നത്, ചിക്കു ടോൺ തന്നെയാണ് വരുന്നത് കേട്ടോ. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ കളേഴ്സിൽ ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇത് വരുമ്പം ഒരു ചിക്കു വിത്ത് ഡാർക്ക് ബ്രൗൺ ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്, എംബ്രോയിഡറി വർക്ക് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് എല്ലാ സാരീസിലും ആ ഒരു വർക്ക് വരുന്നത്. ഇതിലും ആ ഒരു ഡാർക്ക് ബ്രൗണിൽ തന്നെയുള്ള മോട്ടീവ്സ് ആയിരിക്കും. ബോഡിയിൽ കംപ്ലീറ്റ് വന്നിട്ട് ഈ ഒരു സ്റ്റൈലിലായിരിക്കും സ്മോൾ മോട്ടീവ്സ് വരുന്നത്, ഈ ഒരു പാറ്റേൺ കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ഇതേ സ്റ്റൈലിൽ തന്നെ വന്നിട്ട് മുന്താണിയിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ഒരു ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. ആ ഒരു വർക്കിൽ ജോമെട്രിക്കൽ പാറ്റേണിലായിരിക്കും പല്ലുവിൽ വർക്ക് വരുന്നത്, പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് സാരി വീണ്ടും ചിക്കു തന്നെയാണ് സാരിയുടെ കളർ. ഇതിലും സെൽഫ് കളറിൽ തന്നെയാണ്, ചിക്കു ടോണിൽ തന്നെയാണ് കേട്ടോ സാരിയിൽ ആ ഒരു വർക്ക് വരുന്നത്. സെയിം പാറ്റേൺ തന്നെ, ചിക്കുവിലുള്ള സ്മോൾ ബുട്ടി വർക്കും ഒരു ബിഗ മോട്ടീവ്സ് വരുന്നത് ഇതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. സെയിം അതേ കളർ പാലറ്റിൽ തന്നെയായിരിക്കും, ചിക്കു ടോണിൽ തന്നെയായിരിക്കും ജോമെട്രിക്കൽ പാറ്റേണിൽ സാരിയുടെ പല്ലുവിൽ വരുമ്പോൾ. ബോഡി മുന്താണിയും ഈ ഒരു ലുക്കിലാണ് വരുന്നത് വിത്ത് പ്ലെയിൻ ബ്ലൗസ്. ചിക്കു ടോൺ തന്നെ ബോഡി വരുന്നത്. ഇതിന്റെ എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ വീണ്ടും മാറ്റിയിട്ടുണ്ട്. ലാവൻഡർ വിത്ത് ചിക്കു ആണ് അടുത്ത വർക്കിന്റെ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. സെയിം അതേ പാറ്റേണിൽ തന്നെ ഒരു ഡാർക്ക് ലാവൻഡറും ചിക്കും കൂടിയുള്ള കോമ്പിനേഷനാണ്. ഇതിനും ലാവൻഡർ ബ്ലൗസ് എല്ലാം ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും കേട്ടോ സാരി. കോൺട്രാസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഡ്രേപ്പ് ചെയ്യാം. സാരിക്ക് വേറൊരു ഹൈലൈറ്റ് വരും സാരിയുടെ ആ ഒരു വർക്കിനെല്ലാം. അതല്ല, സെൽഫ് കളറിലെ ബ്ലൗസ് സാരിയുടെ അവൈലബിൾ ആണ്. ജോമെട്രിക്കൽ പാറ്റേണിൽ തന്നെയായിരിക്കും സാരിയുടെ മുന്താണിയിൽ വർക്ക് വന്നിട്ട് ഫുൾ അതേ ഗോബി ഡിസൈനിലാണ് ബോഡി കംപ്ലീറ്റ് വരും, പ്ലെയിൻ ബ്ലൗസ്. വീണ്ടും ചിക്കു തന്നെ സാരിയുടെ കളർ. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ വരുമ്പോൾ ബോഡി കംപ്ലീറ്റ് സ്മോൾ മോട്ടീവ്സ് ആണ്. ഒരു പോൾക്കാ ഡോട്ടിന്റെ പാറ്റേണിലുള്ള സ്മോൾ മോട്ടീവ്സ് വന്നിട്ട് നല്ല പാറ്റേണിലാണ് ബോർഡറിൽ ആ ഒരു വർക്ക് വരുന്നത്. ബോഡി സിമ്പിൾ ആയിട്ട് ഈ ഒരു പാറ്റേണിൽ ആ ഒരു വർക്കിന്റെ മോട്ടീവ്സ് വന്നിട്ട് ഇതായിരിക്കും ബോർഡർ ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ. ഫുൾ അതേ ചിക്കു ടോണിൽ തന്നെ ആയിരിക്കും. ഫുൾ ആ ഒരു വർക്ക് വന്നിട്ട് ഒരു പിങ്ക് ആൻഡ് ചിക്കുവിലായിരിക്കും ആ ഒരു ലൈൻ പാറ്റേണിലാണ് ബോർഡർ വരുന്നത്. പല്ലു അതേ ആ ഒരു ഡ്യുവൽ ടോണിൽ തന്നെയായിരിക്കും സാരിയുടെ മുന്താണിയിലെ വർക്ക് വരുന്നത്, പ്ലെയിൻ ബ്ലൗസ്. സെയിം അതേ വർക്ക് തന്നെ കേട്ടോ. വർക്കിന്റെ പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ലാവൻഡർ ആണ്, ഒരു ഡാർക്ക് ലാവൻഡർ ആണ്, ഒരു വയലറ്റ് ബ്ലെൻഡഡ് ലാവൻഡർ ആണ് സാരിയുടെ കളർ വരുന്നത്. സെയിം അതേ ചിക്കു ടോണിൽ തന്നെയുള്ള സ്മോൾ ബുട്ടി വർക്ക് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരുന്നത്. ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് സെയിം ടോണിലാട്ടോ, ചിക്കു ടോണിൽ തന്നെ ആയിരിക്കും സാരിയിൽ ഒരു മോട്ടീവ്സ് വരുന്നത് ബോർഡറിൽ വരുമ്പോൾ. ഇതായിരിക്കും ബോഡി. ബോർഡർ വരുമ്പം ഈ ഒരു സ്റ്റൈലാണ് ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. മുന്താണി, ബ്ലൗസ്. നെക്സ്റ്റ് കളർ പിസ്ത ഗ്രീൻ, പേസ്റ്റൽ പിസ്ത ഗ്രീൻ ആട്ടോ. വർക്ക് വരുന്ന സെയിം സ്റ്റൈലിൽ തന്നെ അതേ ആ ഒരു ലൈറ്റ് ചിക്കു ടോണിലായിരിക്കും. ബോഡിയിൽ ഫുൾ ആ ഒരു മോട്ടീവ്സ് വന്നിട്ടുണ്ട്, സ്മോൾ മോട്ടീവ്സ്. ബോർഡർ ഈ ഒരു പാറ്റേണിലായിരിക്കും ബോർഡറിൽ ആ ഒരു വർക്ക് വരുന്നത്. പല്ലു വരുമ്പോൾ ജോമെട്രിക്കൽ പാറ്റേണിൽ തന്നെ കേട്ടോ. സാരിയുടെ മുന്താണിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് പ്ലെയിൻ ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ് വരുന്നത്, നല്ല ബ്യൂട്ടിഫുൾ കളറിലെ സാരി വരുന്നത്. ഒരു ഡാർക്ക് കോഫി ബ്രൗൺ ആണ് സാരിയുടെ ടോൺ വരുന്നത്. അതേ സ്റ്റൈലിൽ തന്നെ ആ ചിക്കു ടോണിൽ തന്നെയുള്ള സ്മോൾ ബുട്ടി വർക്കിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിക്ക്. എല്ലാ സാരീസിനും ഫാബ്രിക് സെയിം ആട്ടോ, സിൽക്കി കോട്ട. ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരിക സാരിയിൽ. ചിക്കു ടോണിൽ തന്നെയുള്ള വർക്ക് വന്നിട്ട് സ്ട്രൈപ്പ് പാറ്റേൺസിലാണ് സാരിയുടെ പല്ലു, ബ്ലൗസ്.